ഹലോ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സർവീസ് ഓർ ഫംഗ്ഷൻ. അതായത് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ആണ് എന്ത് സർവീസ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസർ ബൈ ദോസ് ഓർഗനൈസേഷൻ വിച്ച് പ്രൊവൈഡ് സർവീസസ്. അതായത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ കോസ്റ്റ് എന്ത് ചെയ്യാം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സർവീസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഫംഗ്ഷൻ കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗിനെ എന്തും കൂടി പറയുന്നുണ്ട്, ഫംഗ്ഷൻ കോസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. എവിടൊക്കെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും എന്തൊക്കെയാണ് സർവീസസ് എന്നുള്ളത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, ക്യാൻറ്റീൻസ്, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ് എക്സെട്ര. അതായത് ഈ പറഞ്ഞതൊക്കെ എന്താണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനാണ് അല്ലെ. ട്രാൻസ്പോർട്ട് സർവീസസ് എന്താണ്, ട്രാൻസ്പോർട്ട് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാസഞ്ചേഴ്സിന് അല്ലെ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാനായിരിക്കാം അല്ലെ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് സർവീസ് ആണ്. ഹോട്ടൽസ്, ക്യാൻറ്റീൻസ്, ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസിലാണ് എന്തുള്ളത്, സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് നോക്കാം. എന്തൊക്കെയാണ് സർവീസ് കോസ്റ്റിംഗിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഇവിടെ ഒന്നാമത് പറയുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കൺസേൺ വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ്. അതായത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നു, കോസ്റ്റ് ആർ ഡിവൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതായത് ഈ സർവീസ് കോസ്റ്റിംഗിൽ ഇവിടെ കോസ്റ്റ് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നു, കോസ്റ്റ് അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്. അതായത് ഇവിടെ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നാലാമത്തെ ഫീച്ചർ പറയുന്നു, കോസ്റ്റ് യൂണിറ്റ് ആർ ക്ലാസിഫൈഡ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഇവിടെ കോസ്റ്റ് യൂണിറ്റിനെ രണ്ട് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടും കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ശേഷം നമുക്ക് പറയാം. അടുത്ത പോയിന്റ് പറയുന്നത്, ദർ ഈസ് നോ പ്രോബ്ലം റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ അങ്ങനെ വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതിലൊന്നും വാല്യുവേഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി സർവീസ് കോസ്റ്റ് യൂണിറ്റുകളാണ്, രണ്ട് സർവീസ് കോസ്റ്റ് യൂണിറ്റുകളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫീച്ചറിൽ പറഞ്ഞു അല്ലെ. ഒന്ന് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും മറ്റേത് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും ആണ്. ഓക്കെ, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും അതേപോലെ തന്നെ വരുന്ന മറ്റു കോസ്റ്റ് യൂണിറ്റ് ആണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. ഈ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു യൂണിറ്റ് ആണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മള് ട്രാവലിംഗ് എടുക്കുകയെന്ന് വെച്ചാൽ പെർ പാസഞ്ചർ, അല്ലെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു പെർ കിലോമീറ്റർ, അങ്ങനെയുള്ള ഒരു സിമ്പിൾ യൂണിറ്റ് ആണ് എടുക്കുക. ഓക്കെ, അതാണ് അവിടെ എക്സാമ്പിളുകൾ തന്നിട്ടുള്ളത്. പെർ പാസഞ്ചർ, പെർ കിലോമീറ്റർ, പെർ ടൺ, അതേപോലെ പെർ സ്റ്റുഡന്റ്, പെർ ബെഡ്, പെർ മീൽ. ഓക്കെ, ഹോസ്പിറ്റലാകുമ്പോൾ പെർ ബെഡ്, ഓക്കെ, ഹോട്ടലിലാകുമ്പോൾ പെർ മീൽ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ പെർ സ്റ്റുഡന്റ്. ഓക്കെ, അങ്ങനെ ഓരോന്നിന്റെയും എന്താണോ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്, അതാണ് സിമ്പിൾ യൂണിറ്റ്. കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അതില് പറയുന്നത് നോക്കുക, പെർ പാസഞ്ചർ കിലോമീറ്റർ. അതായത് ഇപ്പൊ ട്രെയിനിൽ എത്ര പാസഞ്ചർ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, പെർ പാസഞ്ചർ കിലോമീറ്റർ. അതായത് അവിടെ രണ്ട് യൂണിറ്റ്, പെർ പാസഞ്ചറും അതേപോലെ തന്നെ കിലോമീറ്ററും വന്നു അല്ലെ. അപ്പൊ ഒന്നിലധികം യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഒരു യൂണിറ്റ് മാത്രമാണെങ്കിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്നാവും. പെർ ടൺ, കിലോമീറ്റർ. അതുപോലെ പെർ ബെഡ്, പെർ ഡേ, എത്ര ബെഡ് ഉണ്ട് എത്ര ദിവസത്തേക്ക്. പെർ റൂം, പെർ ഡേ, എത്ര ദിവസത്തേക്ക് എത്ര റൂമുകൾ. പെർ കിലോ വാട്ട്, പെർ ഹവർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ രണ്ട് യൂണിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻസ് പറഞ്ഞു, അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്.
നോക്കാം എന്താണെന്നുള്ളത്. ട്രാൻസ്പോർട്ട് സർവീസസ് റെൻഡേഡ് ബൈ ദ റെയിൽവേസ്, റോഡ്വേസ്, ടാക്സി, ബസ്, ലോറി, ട്രക്ക് എക്സെട്ര ആൻഡ് എയർവേസ്. അതായത് ട്രാൻസ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റോഡ്വേ, ടാക്സി, ബസ്, ലോറി, ട്രക്ക് അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർവേസ്. ഓക്കെ, ഇത് ഫ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ വരുന്നത്. പറയുന്നത് ടു കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ പെർ കിലോമീറ്റർ ഓർ പാസഞ്ചർ കിലോമീറ്റർ ഓർ 10 കിലോമീറ്റർ. അതായത് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിലൂടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു വെഹിക്കിൾ എത്ര കിലോമീറ്റർ പോയി, അല്ലെങ്കിൽ എത്ര പാസഞ്ചർ എത്ര കിലോമീറ്റർ പോയി, അല്ലെങ്കിൽ എത്ര ടൺ വെച്ചിട്ട് കിലോമീറ്റർ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അതിന്റെ ബേസിലാണ് കോസ്റ്റ് കാണുന്നത്. ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആർ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, ടെന്നേജ് ക്യാരിഡ്, ഡിസ്റ്റൻസ് കവേർഡ്, കപ്പാസിറ്റി എക്സെട്ര. അതായത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാസഞ്ചേഴ്സ്, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എത്ര, അതുപോലെ ടെന്നേജ് ക്യാരിഡ് അതായത് എത്ര കിലോ, എത്ര ഇത് നമ്മൾ ക്യാരി ചെയ്തു ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് കവേർഡ് എത്ര ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തു, അതുപോലെ നമ്മൾ വണ്ടിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലെ മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് കാണുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കളക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഏതാണോ നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് വെഹിക്കിൾ, അതായത് ഇപ്പം ബസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റും, അല്ലെങ്കിൽ ട്രക്കും ഇതൊക്കെ ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണോ നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് നമ്മളെ ഓർഗനൈസേഷൻ സർവീസ് ഏതിന്റെയാണോ അതിന്റെ എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ഇവിടെ കോസ്റ്റിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആണ് വരുന്നത്. അതായത് ട്രാൻസ്പോർട്ട് കോസ്റ്റിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് വരിക? ഇൻഷുറൻസ് പ്രീമിയം, ആ പർട്ടിക്കുലർ വെഹിക്കിളിന്റെ ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ റോഡ് ടാക്സ്, സാലറി ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ സാലറി, അതുപോലെ ഓഫീസ് എക്സ്പെൻസസ്, ഗാരേജ് റെന്റ്, സൂപ്പർവിഷൻ എക്സെട്ര. ഇതൊക്കെയാണ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയാം. ഇതൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ വേരി ചെയ്യുന്നതല്ല, ഒരു പീരീഡിൽ എന്താണ് സെയിം ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. ഓക്കെ, അതായത് ആ ഒരു വെഹിക്കിൾ റണ്ണ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചാർജുകളാണ് ഇതിലുണ്ടാവുക. അതായത് ആ വണ്ടിക്ക് വേണ്ടി വരുന്ന പെട്രോള്, അല്ലെങ്കിൽ ഡീസൽ, ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, സാലറീസ് ഓഫ് റണ്ണിങ് സ്റ്റാഫ്, ഹാൻഡ്ലിംഗ് ചാർജസ്, വാട്ടർ, ഡ്രൈവേഴ്സ് വേജസ്. ചില സിറ്റുവേഷനിൽ ഡ്രൈവറിന്റെ വേജസ് എന്തിലായിരിക്കും? റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസിലായിരിക്കും. അത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ഡ്രൈവേഴ്സ് വേജ് എക്സെട്ര, ഇതൊക്കെയാണ് റണ്ണിങ് ആൻഡ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മെയിൻ്റനൻസ് ചാർജസ് ആണ്. മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെഹിക്കിളിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് റിപ്പയർസ്, മെയിൻ്റനൻസ്, കോസ്റ്റ്, ടയറിന്റെ കോസ്റ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ട്യൂബ്, പെയിന്റിങ്, സാലറീസ് ഓഫ് ഗാരേജ് സ്റ്റാഫ്, സ്പെയർ സ്പാർട്ട്, ഇതൊക്കെയാണ് എന്ത് മെയിൻ്റനൻസ് ചാർജിൽ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോ ക്ലാസിഫൈ ചെയ്തു, ആദ്യം കളക്ട് ചെയ്തു, പിന്നെ ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതില് നമ്മൾ ഇവിടെ ട്രാൻസ്പോർട്ടിന്റെ കേസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു കിലോമീറ്റർ ഇൻറ്റു ഡേയ്സ് ഇൻറ്റു പാസഞ്ചർ ഓർ വെയിറ്റ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെഹിക്കിൾസ് ഉണ്ട്, അതിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര കിലോമീറ്റർ അത് ഓടി, എത്ര ദിവസം അത് ഓടി, അതിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ബേസിലാണ്. ഓക്കെ, അങ്ങനെയാണ് കാണാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ, സർവീസ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 3 കോസ്റ്റുകൾ ഉണ്ടല്ലോ, അതിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല, നേരത്തെ എഴുതിയ കാരണമാണ്. നിങ്ങൾ ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നും താഴേക്കായിട്ട് എഴുതാം, ഓരോന്നിന്റെ അണ്ടറിൽ വരുന്ന കോസ്റ്റുകൾ കേട്ടോ. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, അതിന്റെ ടോട്ടൽ എത്രയാണെന്ന് എഴുതാം, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് എഴുതാം. അതിനുശേഷം മെയിൻ്റനൻസ് ചാർജസ് ആണ്, അതിന്റെ ടോട്ടൽ എത്രയാണെന്ന് എഴുതാം, അതിന്റെ എല്ലാതിന്റെയും ടോട്ടൽ എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ടോട്ടൽ ചെയ്യാം. അതിനുശേഷം ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്,
അതിൽ വരുന്നതും നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ആയിട്ട് എഴുതാം, എന്നിട്ട് എല്ലാതും കൂടി ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, സർവീസ് കോസ്റ്റിന്റെ. From the following information, calculate total kilometers and total passengers kilometer. അതായത് നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റേഴ്സ് വന്നു ആ ഒരു ഓർഗനൈസേഷനിൽ ട്രാൻസ്പോർട്ടേഷനും, അതേപോലെ പാസഞ്ചേഴ്സ് ടോട്ടൽ പാസഞ്ചേഴ്സ് കിലോമീറ്റർ എത്രയാണെന്നും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്? നമ്പർ ഓഫ് ബസ്, 5 ബസ്സാണുള്ളത് അവർക്ക്. ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ ദ മന്ത്, ഒരു മാസം എത്ര ദിവസമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? 25 ദിവസമാണ് ബസ് ഓടിയിട്ടുള്ളത്. ട്രിപ്സ് മെയ്ഡ് ബൈ ഈച്ച് ബസ്, ഓരോ ബസ്സും എത്ര ട്രിപ്പ് പോയിട്ടുണ്ട്? 4 ട്രിപ്പ് പോയിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് റൂട്ട്, എത്ര ഡിസ്റ്റൻസ്? 20 കിലോമീറ്റർ ആണ് ലോങ് വൺ സൈഡ്, അതായത് ഒരു സൈഡിലേക്ക് 20 കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. ആ പോയ ട്രിപ്പുകൾ ഒരു സൈഡിലേക്ക് 20 കിലോമീറ്റർ ആണ്. കപ്പാസിറ്റി ഓഫ് ബസ്, എത്രയാണ് ബസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്? 50 പാസഞ്ചേഴ്സിന്റെ കപ്പാസിറ്റിയാണ് ആ ബസ്സിനുള്ളത്. നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്, നോർമലായിട്ട് ഇത്രയും ദിവസത്തിൽ 90% കപ്പാസിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടെണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ കിലോമീറ്റേഴ്സും അതേപോലെ തന്നെ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ കിലോമീറ്റർ എത്ര കവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ കിലോമീറ്റേഴ്സ്, KMS എന്ന് എഴുതിയത് കിലോമീറ്റേഴ്സ് എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. കിലോമീറ്റേഴ്സ് കവേർഡ്, കിലോമീറ്റേഴ്സ് കവർ, എത്ര കിലോമീറ്റർ കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് നമ്പർ ഓഫ് എന്താണ്? ബസ്സസ് അല്ലെ, നമ്പർ ഓഫ് ബസ്സസ്, അതേപോലെ ബസ്സസ് ഇൻറ്റു number of days into number of trips into distance of trips. ഓക്കെ, ഇതാണ് നമ്മൾ കിലോമീറ്റർ എത്ര കവർ ചെയ്തു എന്നുള്ളതിൽ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എത്ര ടോട്ടൽ പാസഞ്ചേഴ്സ് കിലോമീറ്റർ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് പെർ ട്രിപ്പ് ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് എന്നുള്ളതും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അത് ആദ്യം ചെയ്യാം. അപ്പൊ ഈ തന്നിട്ടുള്ള ഇത് ചെയ്യാണ് വേണ്ടത്. അതായത് ഈ ഇക്വേഷനിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് നമ്പർ ഓഫ് ബസ്സസ്, എത്ര ബസ്സുകളാണ് ഉള്ളത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് 5 ബസ്സാണുള്ളത് അല്ലെ. അപ്പൊ 5 ഇൻറ്റു അടുത്തത് നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസമാണ് ബസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? 25 ഡേയ്സ് അല്ലെ. 25 ഇൻറ്റു ട്രിപ്സ്, പിന്നെ അടുത്ത നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. ട്രിപ്സ് മെയ്ഡ് ബൈ ഈച്ച് ബസ്, ഓരോ ബസ്സും എത്ര ട്രിപ്പ് പോയിട്ടുണ്ട്? 4 ട്രിപ്പ്. അപ്പൊ 4 ഇൻറ്റു ഡിസ്റ്റൻസ്, അടുത്ത ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 20 കിലോമീറ്റേഴ്സ് ആണ് വൺ സൈഡിലേക്കാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ചെയ്യണം. അതായത് ഒരു സൈഡിലേക്ക് 20 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോ 2 സൈഡിലേക്ക്, അതായത് ഒരു ബസ് പോയാൽ തിരിച്ചു വരുമല്ലോ. അപ്പോ 2 ഇൻറ്റു 2 ചെയ്യുക. അതായത് ഒരു സൈഡിലേക്ക് 20 ആകുമ്പോൾ 2 സൈഡിലേക്ക് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, അതായത് 5 ഇൻറ്റു 25 ഇൻറ്റു 4 ഇൻറ്റു 40 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്, അതായത് 20,000 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 5 ബസ്സും കൂടി 25 ദിവസം കൊണ്ട് ഓടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കിലോമീറ്റേഴ്സ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, 20,000 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കാം. ഇനി നമ്മളോട് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്? അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് കവേർഡ്, എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അത് കാണാന് നേരത്തെ പറഞ്ഞ പോലെ ഈ മുന്നേ എഴുതിയിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് വരിക. അതേ ഇൻറ്റു എന്തും കൂടി വരും? കപ്പാസിറ്റി ഓഫ് ബസ് ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് കൂടി വരും. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ തന്നെയാണ് വരിക.
ഇക്വേഷൻ അവിടെ എഴുതുന്നു. നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ്, അതിന്റെ കൂടെ എന്തും കൂടി ചെയ്യാം, ഇൻറ്റു കപ്പാസിറ്റി ഓഫ് ബസ്, ബസ്സിന്റെ കപ്പാസിറ്റി ഓഫ് ബസ് ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്. എത്രയാണ് നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്? ഓക്കെ. അതായത് നേരത്തെ എഴുതിയ അതേ ഇതിനെ എടുത്ത് കാണിക്കാം. അതായത് 5 ഇൻറ്റു 25 ഇൻറ്റു 4 ഇൻറ്റു 20 ഇൻറ്റു 2, അതായത് 40. 20 ഇൻറ്റു 2 നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സൈഡിലേക്കാണ് 20, അപ്പൊ രണ്ട് സൈഡിലേക്കും കൂടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്, അതായത് 40 ആണ് വരിക. 40 ഇൻറ്റു അതേപോലെ 50 പാസഞ്ചേഴ്സ്, കപ്പാസിറ്റി ഓഫ് ബസ് 50 ആണ്, 50 ഇൻറ്റു അതേപോലെ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് 90% ഓഫ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ 90 ഡിവൈഡ് ബൈ 100. ഓക്കെ, അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് എത്രയാണ് ഇവിടെ വാല്യൂ കിട്ടാം? 9 lakh ആണ് വരിക. 9 lakh. 9 lakh പാസഞ്ചർ കിലോമീറ്റർ. ഓക്കെ, നീ നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇത് ഒരുപാട് കൊടുക്കാതെ നേരത്തെ നമ്മൾ ടോട്ടൽ കിലോമീറ്റർ കവേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ അതായത് 20,000 ഇൻറ്റു പിന്നെ അതുവരെ ഉള്ളത് നമ്മൾ ഈ മേലത്തെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും അഡീഷണൽ ആയിട്ട് 2 വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 20,000 ഇൻറ്റു 50 ഇൻറ്റു 19/100. അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അതായത് ടോട്ടൽ കിലോമീറ്റർ ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്, അങ്ങനെ ചെയ്താലും നമുക്ക് 9 lakh കിട്ടും. ഓക്കെ, ഇതാണ് പാസഞ്ചർ കിലോമീറ്റേഴ്സ്. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് വാല്യൂ 9 lakhും അതേപോലെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ 20,000 കിലോമീറ്റേഴ്സുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ സർവീസ് കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള വലിയ ക്വസ്റ്റ്യനുകളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം.